ഒരു എനിക്കൊറ്റ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു സ്കൂളിൽ ഒരു കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നതാണ് ഇവിടെ വിവാദമായിരിക്കുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മുടെ സമൂഹം വളരെയേറെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളത് കൊണ്ടും വളരെ റിലീജിയസ്ലി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പല വസ്ത്രങ്ങൾ ധരിക്കും ആൾക്കാർ. അതാ സ്കൂളിനും ആ സ്ഥാപനത്തിനും മറ്റുള്ളവർക്കും ദോഷകരമല്ലാത്തിടത്തോളം അതിനകത്തൊരു വലിയ വിവാദം കണ്ടെത്തുന്നതിൽ ഒരു പശുകുണ്ട് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ഒരാളെ ചോദിച്ചുള്ളൂ എന്നത് ന്യായമല്ല, മറിച്ച് അത് പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു. രണ്ടാമതൊരു കാര്യം, രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാതെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം. രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ നിലപാടെടുക്കുന്നത്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അതിഭീകരമായി വ്യാപകമായി ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും എല്ലാ അവകാശങ്ങളും റദ്ദ് ചെയ്യുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഒരാളുടെ അവകാശം ഒരാൾ ഉന്നയിച്ചാൽ അവരുടെ കൂടെ നിൽക്കുക എന്നതാണ് ജനാധിപത്യം എന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ കുറച്ചുകൂടി സംയമനപൂർവ്വവും ഡെമോക്രാറ്റിക്കുമായ നിലപാട് സമൂഹം പുലർത്തേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുന്നു. മൂന്നാമത് അദ്ദേഹം പറഞ്ഞാൽ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ്. മുസ്ലിങ്ങൾക്ക് അനുകൂലമായ അഭിപ്രായം പറഞ്ഞാൽ അത് തീവ്രവാദികളെ സംരക്ഷിക്കാൻ കുട്ടികൾക്ക് ആഗ്രഹമില്ല, മുസ്ലിം ജനതയ്ക്ക് ആവശ്യമില്ല. ഇതേതോ ഇറക്കുമതി ചെയ്യപ്പെട്ട തീവ്രവാദി സംഘങ്ങളുടെ താല്പര്യമാണെന്ന് പറഞ്ഞു പരത്താൻ കുറേയേറെ കാലമായി. ഞാൻ കാണുന്നത് മുസ്ലിം സാമാന്യത്തെയാണ്. അവരൊരു അവകാശം അവർ മുന്നോട്ട് വെക്കുമ്പോൾ അത് സമൂഹത്തിന് ദോഷകരമല്ലെങ്കിൽ അത് അംഗീകരിച്ച് ആദരിക്കാനുള്ള ഉത്തരവാദിത്വം ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അത് നമ്മൾ അംഗീകരിച്ച് ആദരിച്ച് കൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു ജനാധിപത്യ സമൂഹമാവുന്നത്. അതല്ലാതെ ഈ വിഷയത്തെ തന്നെ മാറ്റിയെടുക്കുക, ഇത് തീവ്രവാദ പ്രശ്നമാണെന്ന് പറയുക, ആ കുട്ടിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് പറയുക. ആ കുട്ടിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് ഉണ്ടോ ഇല്ലെന്നുള്ള അവരല്ലേ തീരുമാനിക്കേണ്ടത്, നമുക്കെന്ത് കാര്യം എടുക്കുന്നത്? അപ്പൊ അത് ആ നിലക്ക് മോർ ഡെമോക്രാറ്റിക് ആയിട്ട് ഈ കാര്യത്തിൽ അതിന് കോടതി വിധിയുണ്ട്, സ്കൂളിന് നിയമമുണ്ട് എന്നുള്ളതൊന്നും അല്ല അതിന്റെ ഒരു ആത്യന്തികമായ സത്യം. തന്നെയാണ് ആത്യന്തികമായ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.